കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മളെ ഏറെ രസിപ്പിച്ച ഒരു കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. ഇന്നത്തെ പല കുടുംബജീവിതവും ഒരു ടോം ആൻഡ് ജെറി തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാണി രജനി. സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്? ഇന്നും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ തിരിച്ചറിവില്ലാത്തൊരു മേഖലയാണ്. എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ചോദിക്കാറുണ്ട്, വരട്ടെ എന്നൊക്കെ ചോദിക്കും. അത് എപ്പോഴാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് എൻ്റെ മകൾക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വേണം. പക്ഷെ ഇവിടെ അത് തെറ്റാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു വിവാഹം ഉറപ്പിക്കുന്നതിനൊക്കെ മുൻപേ തന്നെ മീൻസ് കല്യാണം കഴിക്കാൻ പോകുന്ന വധുവിൻ്റെയും വരൻ്റെയും ആൾക്കാരുൾപ്പെടെ, അച്ഛനും പേരൻസ് ഉൾപ്പെടെ അവർ നമ്മളെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെഷനിൽ അറ്റൻഡ് ചെയ്യണം. ചില സമൂഹത്തിൽ അത് മീൻസ് സമുദായത്തിലൊക്കെ അത് ഇപ്പോഴും നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം, നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അസസ്മെൻ്റ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ പറയുന്നത് എങ്ങനെ സെക്ഷൽ ലൈഫ്, അതും സെക്ഷൽ ലൈഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഔട്ട്ലൈനിലൂടെ പറയണതല്ലാതെ ഈവൻ എന്താണ് പെനിട്രേറ്റീവ് സെക്സ് എന്നുള്ളത് കൂടി കറക്റ്റായിട്ട് അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നുമില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് അറിയാമല്ലോ, ഏത് റിലേഷൻഷിപ്പും വിജയിക്കണമെങ്കിൽ അവിടെ പേഴ്സണാലിറ്റി ഒത്തുചേർന്ന് പോകണം. ഇന്നും നമ്മൾ ഈ ജാതകത്തിൻ്റെ പിറകെ കൂടെ പോകുന്ന സമൂഹമാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒത്തുപോവാതെ നമുക്കൊരു വിവാഹവും വിജയിക്കുകയില്ല. അപ്പം ഈ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് നമുക്കതൊക്കെ അസസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഒരാളിന് ഒന്നിനോട് താല്പര്യം, മറ്റൊരാളിന് അത് താല്പര്യമില്ല. ചില ആളുകൾ ഫുഡ് കഴിക്കാൻ താല്പര്യക്കുറവുള്ള ആൾക്കാരുണ്ട്. കാര്യം ഞാൻ വണ്ണം വെച്ച് പോകും എന്നുള്ള പേടിയുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് നല്ല ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു പാർട്ണറെയാണ് കിട്ടുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇങ്ങനെയുള്ള പല ട്രേറ്റ്സും നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാമല്ലോ, വളരെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നേടി ജീവിക്കുന്നവരാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ. അപ്പോൾ വീട്ടുകാരൊക്കെ വളരെ എന്താ പറയുക, ലാളിച്ച്, എനിക്ക് വന്നൊരു കേസ് അറിയാം. എൻ്റെ വന്നൊരു കേസിൽ വൈകുന്നേരം 4 മണിക്ക് ഫ്രൂട്ട് ജ്യൂസേ കുടിക്കുകയുള്ളൂ. അപ്പോൾ അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നത്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചൊരു കേസാണ്. അമ്മ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ പുതിയ വീട്ടിൽ പോകുമ്പം അത് ഞാൻ ആ പയ്യൻ്റെ അമ്മയുടെ അടുത്ത് പറയണോ വേണ്ടേ, വൈകുന്നേരം ചായയല്ല കുടിക്കുന്നത്, ജ്യൂസ്, അതും ഫ്രഷ് ജ്യൂസാണ് വേണ്ടതെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നമുക്ക് ചർച്ചയ്ക്കെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, പല കല്യാണങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാര്യം, പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല പറയണത്. കല്യാണ സമയത്ത് പറയും എഞ്ചിനീയറിംഗ് പാസ്സായി അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായി എന്നൊക്കെ പറയും. കല്യാണമൊക്കെ ജാതകത്തിൻ്റെ കാര്യമൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഒഫീഷ്യലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വിസ പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ പാസ് ഔട്ട് ആയിട്ടുണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടാവാം കോളേജിൽ, പക്ഷേ പാസ് ഔട്ട് ആവില്ല. അതേസമയം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എവിടെയാണ് പഠിച്ചത്, നിങ്ങൾ ഏത് വർഷം പാസ്സായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അതും അറിയില്ല. പിന്നെ ബാങ്ക് ലോൺ, എഡ്യൂക്കേഷണൽ ലോണുകൾ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കല്യാണത്തിന് മുമ്പ് ചിന്തിക്കില്ല. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് എഡ്യൂക്കേഷൻ ലോൺ ഇത്രയുണ്ടെന്നും പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാൻ സമ്മതിക്കാതെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കാണുന്നത്. അപ്പം നമ്മൾ ഈ ആത്മഹത്യയെക്കുറിച്ചൊക്കെ നമ്മൾ പറയപ്പം തന്നെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഭാര്യയും ഭർത്താവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം നമുക്കറിയാം, ഒരു പുതിയ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലും ഒരു മാറ്റം സംഭവിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് പെൺകുട്ടിയുടെ വീട്ടിൽ അവരാഗ്രഹിക്കുന്നത് ഇത് സ്വന്തം മകനെ പോലെ കാണണം എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യൂല, പ്രശ്നങ്ങൾ ആരംഭിക്കും. അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, അവിടെ ഫ്രസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഫ്രസ്ട്രേഷൻസ് എന്ത് ചെയ്യും, കൊണ്ടുവന്ന് ഇഷ്യൂസിലേക്ക് എത്തിക്കും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേർപിരിയുന്നതിൻ്റെ ഘട്ടങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കാര്യം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മളവിടെ നമുക്ക് സെക്ഷൻസ് കൊടുക്കാൻ പറ്റും രണ്ട് കൂട്ടരെ പാരൻസിനും. അതല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്നിട്ട് കൗൺസിലിംഗ് വേണമെന്നല്ല പറയുന്നത്. ഇതിൽ ഏറ്റവും രസം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാർ ഒന്നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പാരൻസും കാണുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ഇത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ല, ഇത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മാറ്റം വേണം. ഈവൻ നമുക്കറിയാം, ഒന്നും വേണ്ട, ചില റിലീജിയസ് ആയിട്ട് മീൻസ് അതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പം അമൃതാന്തമയി അമ്മ ഭക്തിയായിരിക്കാം പെൺകുട്ടി, ചിലപ്പം കല്യാണം കഴിക്കുന്ന ആൾ ചിലപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇവർക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം തന്നെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഇന്നതാണ്, ഇതുപോലെയാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടാത്ത ആളാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് എല്ലാ മാസവും ഒരുപാട് ഡ്രസ്സ് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ക്യാഷ് ചിലവാക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ആ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്വരച്ചേർച്ചകൾ ജീവിതം തുടങ്ങി കഴിയുമ്പോഴുള്ള സ്വരച്ചേർച്ചകൾ എത്രത്തോളം സെക്ഷൽ ലൈഫിനെ കൂടെ ബാധിക്കാം? നമുക്കറിയാമല്ലോ, ഒരു നല്ല സ്നേഹമില്ലാത്തടത്ത് നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല, അല്ലേ? ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടാവപ്പം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്ഷൽ ലൈഫിലേക്ക് നിന്നൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. കാര്യം പല ആണുങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, വൈഫിൻ്റെ മുഖം കാണപ്പോഴേ അവൾ എൻ്റെ അമ്മയെക്കുറിച്ച് ചീത്ത പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സെക്സ് ചെയ്യാനായിട്ട് ഫീലിങ് ആണുങ്ങൾക്ക് ഉണ്ടാകത്തില്ല, സ്വാഭാവികമാണ്, അല്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, മദ്യപിച്ചിട്ട് വരുന്ന ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ വായിൽ മറ്റേ കൂളൊക്കെ വച്ചിട്ട് പല സ്ത്രീകളും പെൺകുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല, കൂളിൻ്റെയൊക്കെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പ്രോബ്ലത്തിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പം അവിടെ എന്തെങ്കിലും ഒരു ഡിസ്ട്രസിൻ്റെ ഒരു ഈവൻ്റ് ഉണ്ടാവാം. അപ്പം ഈവൻ നമുക്ക് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ചോദിച്ചതിൽ ഒരു കാര്യം, ഇവരെന്തെങ്കിലും ആൽക്കഹോളിന് ഡിപ്പെൻഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ സർക്കുലർ ക്വസ്റ്റ്യൻസിലൂടെയെങ്കിലും നമുക്ക് അത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ജനറ്റിക് കോമ്പൗണ്ട് ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് അസസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പിന്നെ ഇവരുടെ സെക്ഷൽ ലൈഫിനെയാണ് ബാധിക്കുന്നത്. കാര്യം ഏറ്റവും രസകരമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സെക്സ് എന്താണെന്ന് അറിയാത്ത കപ്പിൾസ് ഒരുപാടുണ്ടെന്നുള്ളതാണ്. വീട്ടുകാർ കുറേ നാൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് കുട്ടി ഉണ്ടാവുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്താണ് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഗൈനിക്ക് പോലും അത് മിസ് ചെയ്ത് പോവാറുണ്ട്. അവർ പ്രോപ്പർ ഇൻ്റർകോഴ്സ് ചെയ്യുന്നുണ്ടോ, പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്. അത് അവസാനം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കപ്പോഴാണ് അവിടെ സെക്സ് ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഐദർ വൈഫിൻ്റെ ഒരു ഇഷ്യൂസ് കാരണമാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും സ്ട്രെസ് നിമിത്തമുള്ള പ്രോപ്പറായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നതും. പിന്നെ രണ്ടുപേരും രണ്ട് മുറിയിൽ കിടക്കാൻ തുടങ്ങുന്നു. പിന്നെ നമുക്ക് തന്നെ അറിയാതെ നമുക്ക് സ്നേഹബന്ധങ്ങൾ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്നു. അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ പിന്നെ പ്രശ്നങ്ങളുടെ ഒരു യാത്രയായിരിക്കാം ഇവരുടെ ദാമ്പത്യം എന്ന് പറയണത്. സ്റ്റിഗ്മ ടുവേർഡ്സ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും ഉള്ളത്, എത്രത്തോളം പുരോഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും. അപ്പോൾ
എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയിലോ സെക്ഷൽ ഐഡൻറ്റിറ്റിയിലോ വ്യതിചലനം വരുന്നത്? അതായത് സയൻറ്റിഫിക് അല്ലാത്ത രീതിയിലേക്കുള്ള ചലനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ വ്യതിചലനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ വ്യക്തിയും ഓരോ ആൾക്കാരാണ്. കാഴ്ചപ്പാടുകൾ മാറും, അവർക്ക് കിട്ടുന്ന വിവരം, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പോയിട്ടുള്ള കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറേയൊക്കെ നമ്മളെ ജെൻഡർ ആയിട്ടുള്ള നമുക്ക് തന്നെ ജനറ്റിക്കലി നമ്മളുടെ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഗവേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഒരാൾ അങ്ങനെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് പോകുന്നു അല്ലെങ്കിൽ സെക്ഷൽ ഐഡൻറ്റിറ്റി മാറുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഗവേഷണം നടക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മിതമായിട്ടുള്ള ഒരു അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ഉത്തരവും നമുക്ക് ഇല്ല. നമുക്ക് തന്നെ അറിയാം, ചില കേസുകളിൽ വിവാഹം കഴിച്ചു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്, ഓക്കെ എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടല്ല താല്പര്യം, എനിക്ക് എൻ്റെ സെയിം സെക്സിനോടാണ് താല്പര്യം. അപ്പോൾ ആ സമയമായിരിക്കും അവരത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളാവും, പിന്നെ സമയം കടന്നുപോയി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് നമുക്ക് പല പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെയും അതുപോലെ തന്നെ പല ചുറ്റുപാടുകളെയും ഒക്കെ ആശ്രയിച്ചിട്ടേ നമുക്കതിനൊരു കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റൂ. ഓരോന്നും ഓരോരോ കേസുകൾ വഴിയപ്പോഴാണ് നമ്മൾ അസസ് ചെയ്യപ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ.